ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അടുത്തതായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് വെൻ ദർ ഈസ് നോ അഡീഷൻ ഓർ വിഡ്രോവൽ ഫ്രം ദി ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നെന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ വിഡ്രോ ചെയ്തെന്നോ അങ്ങനെയൊക്കെ കേസുകൾ വരാം. അപ്പം അങ്ങനത്തെ കേസുകളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ കേസിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കുക. എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വൽ പാർട്ണേഴ്സ് ആണ്. അവർ 1:1 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദർ ക്യാപിറ്റൽ ഓൺ 1st January 2020 വെയർ അവരുടെ ക്യാപിറ്റൽ 1st January ആണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 30,000 40,000. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% per annum ഫോർ ദി ഇയർ എൻഡിങ് 31st December. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതായിട്ടോ അല്ലെങ്കിൽ വിഡ്രോവൽ നടന്നതായിട്ടോ ഒന്നും പറയുന്നില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ജസ്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 30,000 ആണ് എയുടെ ക്യാപിറ്റലിന്റെ എമൗണ്ട്. 30,000 ഇൻറ്റു 6% അല്ലേ. 30,000 ഇൻറ്റു 6% എന്ന് പറയുന്നത് 30,000 ഇൻറ്റു 6/100. അപ്പോൾ 1,800 നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. അതുപോലെ തന്നെ ബിയുടെ നമുക്ക് കണ്ടുപിടിക്കാം. 40,000 ഇൻറ്റു 6% അല്ലേ. ബിയുടെ 40,000 ആണ് ക്യാപിറ്റൽ എമൗണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ബിയുടെ 40,000 ഇൻറ്റു 6/100 എന്ന് പറഞ്ഞുകൊണ്ട് 2,400 കണ്ടുപിടിക്കുന്നു. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്കിനി അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന കേസ് വരാം. അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന കേസ് വെൻ ദർ ഈസ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഡ്യൂറിംഗ് ദ അക്കൗണ്ടിങ് ഇയർ. അപ്പം അങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കണം. ഇൻ ദിസ് കേസ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഓൺ ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫോർ ദി ഫുൾ ഇയർ, then on the additional capital from the date of contribution to the end of the period. അതായത് നമുക്ക് 2 ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരു ക്യാപിറ്റൽ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടാവും. മറ്റൊരു ക്യാപിറ്റൽ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന ക്യാപിറ്റൽ കുറേ മാസങ്ങൾക്ക് ശേഷമായിരിക്കും. ആ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയിൽ വെച്ച്, അക്കൗണ്ടിങ് പീരീഡിന്റെ ഇടയിൽ വെച്ച് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കൊണ്ടുവരുന്ന ക്യാപിറ്റലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അതിന്മേൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നീട് എത്ര മാസം ഉണ്ടോ, ആ ഒരു വർഷം തീരാൻ വേണ്ടി എത്ര മാസമുണ്ടോ ആ മാസം എണ്ണിക്കൊണ്ട് വേണം അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്കത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. നോക്കുക. എക്സ് ആൻഡ് വൈ ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം. ദർ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോഡ് ദ ബാലൻസ് ഓൺ 1st January 2020 ആസ് 30,000 20,000. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിംഗ് ദി ഇയർ 2020 എക്സ് ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡേറ്റിൽ കൊണ്ടുവന്ന ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിനുശേഷം അഡീഷണൽ ആയിട്ട് എക്സ് അഡീഷണൽ ക്യാപിറ്റൽ 10,000 rupees കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺ 1st June 2020 ആൻഡ് വൈ ബ്രോട്ട് ഇൻ rupees 15,000 ഓൺ 1st July 2020. നോക്കുക, 2 പാർട്ണേഴ്സും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2 വ്യത്യസ്ത ഡേറ്റുകളായിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ 6% പെർ അനമാണ്. ഈ 6% എന്ന് പറയുമ്പോൾ അത് ഒരു വർഷത്തേക്കുള്ളതാണ്. അപ്പം നമുക്ക് കുറച്ച് മാസത്തേക്ക് മാത്രമേ അവരുടെ ക്യാപിറ്റൽ കൊണ്ടുവന്നത് നമ്മുടെ കൈവശം പാർട്ണർഷിപ്പ് ഫേമിൽ ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ എത്ര നാളാണോ ഉപയോഗിച്ചത് അത്രയും നാളത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. മന്ത്ലി എത്ര മന്തിലേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്ര മന്തിലേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നർത്ഥം. അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st December എവരി ഇയർ. 1st January സ്റ്റാർട്ട് ചെയ്തിട്ട് 31st December അക്കൗണ്ട്സ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി അലൗഡ് ടു എക്സ് ആൻഡ് വൈ. എക്സിനും വൈക്കും എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറഞ്ഞതനുസരിച്ച് എന്താണ് ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫോർ ദി ഫുൾ ഇയർ അല്ലേ. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ ഏതാണ്, 30,000 ഉണ്ട്, 20,000 ഉണ്ട്. അപ്പോൾ 30,000 20,000 ഈ 2 എമൗണ്ടിനും, അതായത് എക്സിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30,000 ഇൻറ്റു 6%. അപ്പോൾ നമുക്ക് ഫുൾ ഇയറിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി. വൈഡ് കണ്ടുപിടിക്കുമ്പോൾ 20,000 ഇൻറ്റു 6%. വൈഡ് കേസിലും നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് എമൗണ്ടിന്റെ തുടക്കത്തിലുള്ള എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ കാൽക്കുലേഷൻ കാണിച്ചിരിക്കുന്നത് എക്സിന്റെ കേസിൽ ഫോർ എ ഫുൾ ഇയർ ഓൺ ക്യാപിറ്റൽ ബാലൻസ്
ക്യാപിറ്റൽ ബാലൻസ് മേൽ, അതായത് ഒരു വർഷം മുഴുവനായിട്ട് ഉപയോഗിച്ച ആ ഒരു ക്യാപിറ്റൽ മേൽ നമ്മൾ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈടാക്കുന്നു. 30,000 ഇൻറ്റു 6/100. വൈയുടെ കേസിൽ 20,000 ഇൻറ്റു 6/100 അല്ലേ. അപ്പോൾ നമുക്ക് യഥാക്രമം 1,800-നും 1,200-നും ആ എമൗണ്ടുകൾ കിട്ടും. ഇനി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതിന് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സെപ്പറേറ്റ് നമ്മൾ എഴുതണം. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം അതിൽ ഇത്ര മന്ത്സിലേക്ക് എന്ന് പറഞ്ഞ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ നോക്കുക, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന കേസ് നമുക്കിവിടെ എക്സ് ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് ₹10,000 ഓൺ 1st June 2020 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 1st June. ഇവിടെ 1st June എന്ന് പറയുമ്പോൾ ജൂൺ മാസം ഉൾപ്പെടെ നമുക്ക് എടുക്കാം, ജൂൺ ഉൾപ്പെടെ. ഇപ്പൊ ജൂൺ 30 എന്നൊക്കെ പറയുന്നെങ്കിൽ നമ്മൾ ജൂൺ മാസം എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഓപ്പണിംഗ് ഡേറ്റും ഒരു മന്തിന്റെ ഓപ്പണിംഗ് ഡേറ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് ആണ് സാധാരണ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ജൂൺ 1 എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ജൂൺ മാസം കൂടി തൊട്ട് എണ്ണിക്കോണം. ജൂൺ തൊട്ട് ഡിസംബർ വരെ എത്ര മാസം ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. 1st June തൊട്ട് ഡിസംബർ വരെ അല്ലേ. അപ്പൊ നമുക്ക് എണ്ണി നോക്കുമ്പോൾ 7 മാസം കിട്ടും, ജൂൺ ഉൾപ്പെടെ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങനെ എണ്ണി നോക്കുമ്പോൾ 7 മാസമാണ് ഈ ഒരു എമൗണ്ട് ഉപയോഗിച്ചത്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 7 മാസത്തെ കണ്ടുപിടിച്ചിരിക്കുന്നുണ്ടോ. 10,000 ഇൻറ്റു 6/100. 6/100 എന്ന് വെച്ചാൽ ആനുവൽ ഇൻട്രസ്റ്റ് ആണ്, 6/100. അതിന് നമ്മൾ ഇൻറ്റു 7/12 എന്ന് പറയുമ്പോൾ 7 മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടും. 10,000 ഇൻറ്റു 6/100 ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് അത്രയാണ്. അത് ഇൻറ്റു 7/12 എന്ന് പറയുമ്പോൾ 7 മാസത്തേക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും, 350 രൂപ. അതുപോലെ തന്നെ വൈയുടെ കേസിൽ നോക്കുക. വൈയുടെ കേസിൽ വൈ കൊണ്ടുവരുന്നത് അഡീഷണൽ ക്യാപിറ്റൽ 15,000 ആണ്. അത് 1st ജൂലൈയിലാണ് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പൊ ജൂലൈ ടു ഡിസംബർ 6 months ആണുള്ളത്. അപ്പൊ ഈ 6 monthsോടെ നമുക്ക് അതിനുള്ള ഇൻട്രസ്റ്റോടെ കാൽക്കുലേറ്റ് ചെയ്യണം. വൈയുടെ കേസിൽ 15,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 അല്ലേ. അപ്പൊ അത് 450 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് എക്സിനെ സംബന്ധിച്ച് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റലുള്ള ഫുൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെ 7 monthsലേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഈ രണ്ടും കൂടെ ആഡ് ചെയ്ത് 2,150. ഇതാണ് എക്സിന്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എക്സിന്റെ ടോട്ടൽ ഇതാണ്. വൈയുടെ അങ്ങനെ നോക്കുമ്പോൾ 1,650 ആണ് വൈയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് കൂടെ നോക്കുന്നുണ്ടല്ലോ അല്ലേ. നോക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയങ്ങൾ, ഇപ്പൊ മന്ത് എടുത്ത കേസിലോ 6 ഇവിടെ എടുത്തു, ഇവിടെ നിന്ന് 7 എടുത്തു അല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ 7 എടുത്ത്, ഇവിടെ രണ്ടാമത്തെ കേസിൽ 6 ഉള്ളായിരുന്നു. അപ്പൊ എങ്ങനെയാണ് മന്ത് കാൽക്കുലേറ്റ് ചെയ്ത ആ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കാം കേട്ടോ. സംശയം ഇല്ല എന്ന് വിചാരിക്കുന്നു. നോക്കുക മറ്റൊരു ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയർ സാധാരണ വരുമ്പോഴത്തേനും ഏപ്രിൽ 1 ടു മാർച്ച് 31 അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുവല്ലേ ചെയ്യുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇയറും വ്യത്യസ്തമാകാം. നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 1 ടു മാർച്ച് 31 അതാണ് ഫിനാൻഷ്യൽ ഇയർ. ഈ അക്കൗണ്ടിങ് പീരീഡ് എന്നുള്ളത് പല കമ്പനികൾക്കും അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്, ചില കമ്പനിക്ക് വേണമെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ തന്നെ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ ആക്കാം. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസത്തിൽ തുടങ്ങി വേറെ ദിവസത്തിൽ അവസാനിക്കുന്നതും കുഴപ്പമില്ല. ജനുവരി 1 തുടങ്ങി ഡിസംബർ 31 അവസാനിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഡേറ്റോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാലയളവ് എടുത്താൽ മതി. ഇതാണ് അക്കൗണ്ടിങ് ഇയർ ആണ് ഇവിടെ നോക്കുന്നത്, ഫിനാൻഷ്യൽ ഇയർ അല്ല ഇമ്പോർട്ടന്റ്. അക്കൗണ്ടിങ് ഇയർ ആണ് നോക്കുന്നത്. അക്കൗണ്ടിങ് ഇയർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. മറ്റൊന്ന് കേസ് 3 ആണ്. ഇഫ് ദി ഓപ്പണിംഗ് ബാലൻസ് ഈസ് നോട്ട് ഗിവൺ. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല എങ്കിൽ, അതായത് ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെയായിരിക്കണം. ഓപ്പണിംഗ് എമൗണ്ട് എത്രയാണ്, അതായത് കൊണ്ടുവന്നപ്പോൾ എത്രയായിരുന്നു, ആ ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ എത്രയായിരുന്നു, എന്നിട്ട് എത്ര നാൾ നമ്മൾ കീപ്പ് ചെയ്തു, അത്ര നാളത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ല നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യേണ്ടത്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് അവസാനം അതിന്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കല്ലോ, ആ എമൗണ്ടിൽ മേലല്ല ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബാലൻസ് BD എന്ന് പറഞ്ഞ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ആദ്യം എഴുതില്ലേ, ആ ഒരു എമൗണ്ടിന്മേലാണ് നമുക്ക്
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചില കേസുകളിലെങ്കിലും പ്രോബ്ലത്തിൽ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ മാത്രം തരും, ഓപ്പണിംഗ് ക്യാപിറ്റൽ തരില്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് അതിന്മേലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ചാർജ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടി നമുക്കിവിടെ ചെയ്യേണ്ടതുണ്ട്. If the opening capital is not given, it is arrived at by subtracting those items which have been added to the capital and by adding those items which have been subtracted. അപ്പോൾ നമ്മൾ ഒരു റിവേഴ്സ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകളും പറഞ്ഞിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ച് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലേ. കാരണം ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ കുറേ ഐറ്റംസ് ആഡ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യണം അല്ലേ. അങ്ങനെ ആഡ് ചെയ്ത ഐറ്റംസ് ഉണ്ട്, ഡെബിറ്റ് ചെയ്ത ഐറ്റംസ് ഒക്കെ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്ന ഐറ്റമാണ് അല്ലേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് തിരിച്ച് ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്താൻ വേണ്ടി ആഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കുറച്ചിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ തിരിച്ച് ആഡ് ചെയ്താൽ പോരെ. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അതായി പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് അറൈവ്ഡ് അറ്റ് ബൈ സബ്സ്ട്രാക്ടിങ് ദോസ് ഐറ്റംസ് വിച്ച് ഹാവ് ബീൻ ആഡഡ് ടു ദി ക്യാപിറ്റൽ. ക്യാപിറ്റലിനോട് ആഡ് ചെയ്ത ഐറ്റംസ് എല്ലാം നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ആൻഡ് ബൈ ആഡിങ് ദോസ് ഐറ്റംസ് വിച്ച് ഹാവ് ബീൻ സബ്സ്ട്രാക്റ്റഡ്, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് ഉണ്ടല്ലോ സബ്സ്ട്രാക്ട് ചെയ്തത്, അതെല്ലാം നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് തിരികെ എത്താൻ വേണ്ടി സാധിക്കും, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. നോക്കിയേ കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ പോലെ ഉണ്ടാക്കുക. അവിടെ കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റലിന് ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്, ക്ലോസിംഗ് ക്യാപിറ്റൽ ആണല്ലോ, അത് തന്നിട്ടുള്ളൂ. ക്വസ്റ്റിന് തന്നിരിക്കുന്ന ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ ആദ്യമേ എഴുതുന്നു. അതിനുശേഷം അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്, ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഷെയർ ഓഫ് ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലായത്, ഈ കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായത് എന്തുകൊണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഈ ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസ് അല്ലേ. നമ്മൾ ആദ്യം കണ്ടു, ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചപ്പോൾ കണ്ടു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം അല്ലേ. ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയുക എന്നുള്ളത് തന്നെയാണ്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതുന്നത് അല്ലേ. ബൈ ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞു പോകുന്ന ഐറ്റം, ആ ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ഒക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഡെബിറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കുറച്ച് ഐറ്റംസിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം, ഈ സ്ഥാനത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഷെയർ ഓഫ് ലോസ്, അതെല്ലാം ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടുന്നു. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത ഐറ്റംസ്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ, പാർട്ണേഴ്സ് സാലറി, പാർട്ണേഴ്സ് കമ്മീഷൻ, പാർട്ണേഴ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്, അങ്ങനെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത പാർട്ണേഴ്സ് ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്ത ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ലെസ് ചെയ്യും അല്ലേ. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്, അതായത് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതി അതിനോട് ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്തു അല്ലേ. ആഡ് ചെയ്യുന്ന ടോട്ടലാണ് ഇവിടെ എഴുതിയിരിക്കുന്നു. ആ ടോട്ടൽ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് ഈ എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് ഇത്രയും ഐറ്റംസ് കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും അല്ലേ. ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് അറിയാലോ, പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും. ആ പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന അത്തരത്തിലൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ, ഞാൻ പറഞ്ഞ കേസിൽ എന്തെങ്കിലും കൊണ്ട് ചോദിക്കാം കേട്ടോ. എന്തുകൊണ്ട് ആഡ് ചെയ്തു, എന്തുകൊണ്ട് ലെസ് ചെയ്തു, ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക. സാറേ, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ സാർ, ഓക്കെ സാർ. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയുക എന്നുള്ളതാണെന്ന് മനസ്സിലായോ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിയോ. ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഉള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യപ്പെടും. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതെല്ലാം ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കപ്പെടും. അങ്ങനെ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ടുള്ള ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചാഡ് ചെയ്യണം. റിവേഴ്സ് നമ്മൾ പോകുമ്പോഴാണ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് തിരികെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്തുക. നമുക്ക് ഇപ്പം ഒരു 10 രൂപയാണ്, ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 10 രൂപയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ നോക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ 10 രൂപ, അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക്
ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു 5 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അതിനുശേഷം അത് 15 രൂപ ടോട്ടൽ. ഒരു 3 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. 15 - 3 നമുക്ക് 12 കിട്ടും അല്ലേ. ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റൽ 12 കിട്ടി. ഈ 12 നമുക്ക് തന്നിട്ടുള്ളൂ. ഈ 12 നിന്ന് നമുക്ക് 10 എത്തണം, ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്തണം. അതിനുവേണ്ടി നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ തിരിച്ച് റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്തത്. നമ്മൾ 12 3 ആഡ് ചെയ്യുന്നു അല്ലേ, 15 എത്തുന്നു. 15 5 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 10 എത്തിയില്ലേ, ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്തിയില്ലേ. അതേ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? ഈ പറഞ്ഞ കാര്യമാണോ പറയേണ്ടത് അതോ ഇപ്പൊ ഈ എക്സാമ്പിൾ പറഞ്ഞല്ലേ, അതൊന്നും പറയാമോ? എക്സാമ്പിൾ പറഞ്ഞല്ലേ. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് 10 രൂപയാണെന്ന് വിചാരിക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ 10 രൂപ. അത് നമ്മൾ എന്തുണ്ടാവും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ബൈ ബാലൻസ് BD എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓപ്പണിംഗ് ക്യാപിറ്റൽ അങ്ങനെയല്ലേ എഴുതേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാലൻസ് BD എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണ്ടേ. ഓക്കെ. ഇനി അതിന്റെ കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ അല്ലെങ്കിൽ സാലറി എന്തോ ആയിക്കോട്ടെ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് അതൊരു 5 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അതോടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയുടെ 5 കൂട്ടുന്ന ക്രെഡിറ്റ് സൈഡിലെ 10 എഴുതിയത് നമ്മൾ. വീണ്ടും നമ്മൾ 5 രൂപ കൂടെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് വീണ്ടും കൂടും അല്ലേ. അപ്പൊ മൊത്തം 15 ആയി ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 15 രൂപയാണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ അല്ലെങ്കിൽ ഡ്രോയിങ്സോ ഏതെങ്കിലും ഐറ്റം ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ്, അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 15 നിന്ന് അത് കുറച്ചിട്ടല്ലേ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അതായത് ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് ബാലൻസ് കുറച്ചല്ലേ. അപ്പൊ നമുക്കൊരു 3 രൂപയാണെന്ന് വിചാരിക്കുക. 15 3 പോയിട്ട് 10. അങ്ങനെയാണ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലേ. ഈ ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് തിരിച്ച് ഓപ്പണിംഗ് ക്യാപിറ്റൽ 10 എത്തണമെങ്കിൽ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല, മിസ്സിംഗ് ഇൻഫർമേഷൻ ആണ്, ഇത് തരാത്തതാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഐറ്റത്തിൽ നിന്ന് 15 3 വൈകുന്നത് 12 അല്ലേ, സോറി 15 3 12. ഈ 12 നിന്ന് നമുക്ക് 10 എത്താൻ വേണ്ടി ആ ഒരു ഇവിടെ നമ്മൾ കൂട്ടിയ ഐറ്റംസ് എല്ലാം നമ്മൾ കുറയ്ക്കണം, ഇവിടെ നമ്മൾ കുറച്ച ഐറ്റംസ് എല്ലാം കൂട്ടണം. അതായത് 12ന്റെ കൂടെ ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂടെ 3 രൂപ കുറച്ച ഐറ്റം അല്ലേ, അത് കൂട്ടണം. 12 3 15 ആയി. ഈ 15 നിന്ന് നമുക്ക് പിന്നീട് ആദ്യം കൂട്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കുറയ്ക്കണം. 15 നിന്ന് 5 കുറച്ച് നമുക്ക് 10 എത്തും. അപ്പൊ അങ്ങനെ റിവേഴ്സ് പോയിക്കൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേണം മനസ്സിലാവും. ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തതിനു ശേഷം തിരിച്ചു വേണമെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് എത്തുകയും ചെയ്യും. സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച പോലെ വരയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് എത്തുകയും ചെയ്യും. തിരിച്ച് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് പോകുന്ന ഒരു പ്രോബ്ലം ആണിത്. Okay, A and B are partners in a business. Their capital at the end of the year was 46,000 and 34,000 respectively. Okay, capital at the end of the year എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എന്നാണോ തന്നിരിക്കുന്നത് നോക്കണം. അപ്പൊ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ കൂടെ കുറെ അഡ്ജസ്റ്റ്മെന്റുകളും പറഞ്ഞിട്ടുണ്ടാവും. കാരണം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റുകൾ റിവേഴ്സ് രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലാണ്ട് ജസ്റ്റ് നമുക്ക് ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ മാത്രം തന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറെ ഐറ്റംസ് അഡ്ജസ്റ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. എയുടെയും ബിയുടെ ഒക്കെ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പറഞ്ഞിട്ടുണ്ട്. എ ഹാഡ് ബീൻ ക്രെഡിറ്റ് വിത്ത് സാലറി. എക്ക് സാലറി 3,000 ക്രെഡിറ്റ് ചെയ്തിരുന്നു, ബിക്ക് കമ്മീഷൻ 4,000 കിട്ടിയിരുന്നു. പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്, ബിഫോർ മേക്കിംഗ് ആഫ്റ്റർ മേക്കിംഗ് ദ അബവ് അഡ്ജസ്റ്റ്മെന്റ്. അത് ഫൈനൽ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്, 30,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% വെച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൊല്യൂഷനായിട്ട് നമുക്ക് നോക്കാം. ഇൻ ദിസ് കേസ് ക്ലോസിംഗ് ക്യാപിറ്റൽസ് ആർ ഗിവൺ. ഈ ഒരു കേസിൽ ക്ലോസിംഗ് ക്യാപിറ്റലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലാണോ ക്ലോസിംഗ് ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത് നോക്കുക. ക്ലോസിംഗ് ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണ്. ഇനി ക്ലോസിംഗ് ക്യാപിറ്റലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടാവും.
ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, ചെയ്തതിന് ശേഷമാണ് ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിയേക്കണം എന്നുള്ളത്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വെച്ചാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്താൻ വേണ്ടി അല്ലേ. സോ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഈ ഒരു കാര്യം അല്ലേ, കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ ആദ്യം എടുത്തെഴുതുന്നു. തന്നിരിക്കുന്ന ക്യാപിറ്റൽ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ, ഇപ്പോൾ എയുടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എയുടെ ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 46,000 ആണ് അല്ലേ. ഈ ഒരു എയുടെ ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അല്ലേ. ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ആ ഒരു കാര്യമാണ്, അതാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ കേട്ടോ 46,000. ക്ലോസിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസിംഗ് ക്യാപിറ്റൽ 46,000 നമ്മൾ ആദ്യം എടുത്തെഴുതുന്നു. അതിൻ്റെ കൂടി ഇനി എന്താണ് ചെയ്യേണ്ടത്? ആഡ് ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡ്രോയിങ്സ് എത്രയാണ് ഡ്രോയിങ്സ് പറഞ്ഞിരിക്കുന്നത്? എയുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 6,800 ആണ് അല്ലേ. 6,800 എയുടെ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. എന്തുകൊണ്ടാണ് ക്ലോസിംഗ് ക്യാപിറ്റലിനോട് ഈ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്തത് എന്നത് മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്തത്? നമ്മൾ പഠിച്ചത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഇതല്ലേ. ഇപ്പൊ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് പോകുമ്പോൾ ആ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതിന് വേണ്ടി ഡെബിറ്റ് ചെയ്ത് വെച്ചാൽ ഈ രണ്ട് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് ഈ എമൗണ്ടുകൾ, അതായത് ഓൾറെഡി കുറച്ച് വെച്ചിരിക്കാൻ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യുന്നു. 46,000 കൂടെ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്തുമ്പോൾ നമുക്ക് 53,000 കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കേണ്ട ഐറ്റമൊക്കെ എന്തൊക്കെയാണ്? സാലറി കുറയ്ക്കണം. സാലറി പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് എക്ക് സാലറി ഉണ്ടല്ലേ. എയുടെ സാലറി 3,000 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്ക് കമ്മീഷൻ പറഞ്ഞില്ല, ബിക്കാണ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എയുടെ സാലറി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കുറയ്ക്കണം. ഷെയർ ഓഫ് പ്രോഫിറ്റിന്റെ ഷെയർ, പ്രോഫിറ്റിന്റെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ ആഫ്റ്റർ മേക്കിംഗ് അബോവ് മെൻഷൻഡ് അഡ്ജസ്റ്റ്മെന്റ് 30,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 30,000 എക്കും ബിക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. 30,000 ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈ ക്വസ്റ്റ്യനിൽ ഒന്നും പറയാത്തതുകൊണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്ര ആയിട്ട് എടുക്കണം? 1:1 ആയിട്ട് എടുക്കണം, ഈക്വൽ ആയിട്ട് എടുക്കണം. അപ്പോൾ ഈ 30,000 തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് എക്കും എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് 15,000, 30,000 ഇൻറ്റു 1/2, 15,000 പ്രോഫിറ്റ്. ഇത് നമ്മൾ പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ് അല്ലേ. അപ്പോൾ ഈ ക്രെഡിറ്റ് ചെയ്യുന്ന ഈ രണ്ട് ഐറ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 53,000 ലെസ് ചെയ്ത് നമ്മൾ അതായത് 12,000 രൂപ നമ്മൾ കുറയ്ക്കുന്നു, മൊത്തം 30,000 എത്തുന്നു അല്ലേ. ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇങ്ങനെ നമ്മൾ എത്തി. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്തി. ഇത് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയാം. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളും ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങളത് വരച്ചു നോക്കുക. വരച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞ സാലറിയും ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യുക, ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഒക്കെ ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഇതായിരിക്കും, 46,000 ആയിരിക്കും. നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് പോകുന്ന രീതിയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്, അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്തതിന് ശേഷമുള്ളത്. അതുകൊണ്ട് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ നിന്ന് തിരികെ ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആഡ് ചെയ്ത കാര്യങ്ങളെ കുറയ്ക്കുകയും കുറച്ച് കാര്യങ്ങളൊക്കെ തിരിച്ച് ആഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ 30,000 ആണ്. ഈ 30,000 അതിൻ്റെ പെർസെൻറ്റേജ് 6% അല്ലേ. 30,000 ഇൻറ്റു 6% എന്ന് പറയുമ്പോൾ 2,700 രൂപ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സംശയം ഉണ്ടോണെങ്കിൽ ചോദിച്ചോ. ഇല്ല സർ, ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ബിയുടെ നോക്കിയേ. ബിയുടെ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ബീസ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ ബിയുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്തെഴുതി. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ആഡ് ചെയ്തു. ഈ രണ്ട് ഐറ്റംസും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചപ്പോൾ ഡെബിറ്റ് ചെയ്ത ഐറ്റംസ് ആണല്ലേ. ഡെബിറ്റ് ചെയ്യുന്ന വെച്ചാൽ കുറയ്ക്കാമെന്നാണ്. കുറച്ച് ഐറ്റംസ് നമ്മൾ തിരിച്ച് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആഡ് ചെയ്ത് നമ്മൾ 45,000 കിട്ടി. അതിൽ നമുക്ക് ബിയെ സംബന്ധിച്ച് കമ്മീഷൻ ആയിരുന്നുള്ളൂ അല്ലേ, സാലറി ഇല്ലായിരുന്നു, കമ്മീഷൻ 4,000. ഒപ്പം തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ബിക്ക് 30,000 ബാക്കി പകുതി ബിക്ക് അർഹതപ്പെട്ടാണ് അല്ലേ. പ്രോഫിറ്റിൻ്റെ ബാക്കി 15,000 രൂപ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്.
അപ്പോൾ രണ്ടുകൂടെ കൂട്ടിയിട്ട് 19,000 രൂപ 45,000 നിന്ന് കുറയ്ക്കുമ്പോൾ 26,000 കിട്ടും. ഇതാണ് ബിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലേ, 26,000. ഈ 26,000 നമ്മൾ അതിൻ്റെ 6% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1,560 കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ സാധാരണ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അഡീഷണൽ ക്യാപിറ്റലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കേസ് വരാം. അപ്പോൾ നമുക്ക് മന്ത് എണ്ണി എടുക്കണം, നമ്മൾ ആദ്യം രണ്ടാമത്തെ കേസ് കണ്ടതുപോലെ. ഈ കൂടാതെ വേണമെങ്കിൽ ഇതുപോലെ ക്ലോസിംഗ് ക്യാപിറ്റൽ മാത്രം തന്നിരിക്കുന്ന കേസും വരാം. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിന്മേൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം അല്ലേ. അങ്ങനെയാണ് ഇവിടെ വരിക. നമുക്ക് ഡ്രോവിങ്സ് അക്കൗണ്ട് വിഡ്രോവലിന്റെ കേസും നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉള്ള പോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സും ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഇപ്പോൾ ഡ്രോവിങ്സ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് അക്കൗണ്ട്. അതിൽ നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് വരുവാണെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, അതിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാണിക്കണം അല്ലേ. കാണിക്കുന്നത് ഡെബിറ്റ് സൈഡിലല്ലേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാണിക്കുക. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരിക? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സിന്റെ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്ന ജേണൽ എൻട്രി ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അത് കറണ്ട് അക്കൗണ്ടിലേക്ക് വരുന്നുള്ളൂ അല്ലേ. പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോൾ കറണ്ട് അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം കാണിക്കുന്നത്. പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് വരും. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് അക്കൗണ്ട് ക്ലോസ് ബൈ ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, നമുക്കിനി അതിന്റെ കാൽക്കുലേഷൻ നോക്കാം. കാൽക്കുലേഷൻ എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഗിവൺ. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യസ്ത കേസുകളുണ്ട് കേട്ടോ. കേസ് നമ്പർ 1, എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഗിവൺ. വിഡ്രോവലിന്റെ എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, എന്നാണ് വിഡ്രോ ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങളും പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചില്ലേ, അത് ഇടയ്ക്ക് വെച്ച് വിഡ്രോ ചെയ്യുന്നു. വിഡ്രോ ചെയ്യുമ്പോൾ ഇനി എത്ര നാളത്തേക്കാണോ ആ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്, വിഡ്രോ ചെയ്യുന്നല്ല അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്, ഇനി എത്ര നാളത്തേക്കാണോ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് അത്രയും നാളത്തെ മന്ത്ലി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് അത്തരത്തിലൊരു കാൽക്കുലേഷൻ ആണ് വരുന്നത്. വ്യത്യാസം എന്താണെന്നൊക്കെ നോക്കി പഠിക്കുക. ദ ഇയർ എൻഡ് ഓഫ് 31st December എവറി ഇയർ. അക്കൗണ്ടിങ് ഇയർ തീരുന്നത് 31st December ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ January 1 അക്കൗണ്ടിങ് ഇയർ ആരംഭിക്കുന്നത് അർത്ഥം. എബിൻ, എ പാർട്ണർ, വിഡ്രോസ് 5,000 ഓൺ 1st July. 1st July അയാൾ 5,000 രൂപ പിൻവലിക്കുന്നു. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 9% per annum. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ച പോലെ തന്നെ ഇടയ്ക്ക് വെച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 1st July എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ്? 9% ആണ് അല്ലേ. 1st July ആകുമ്പോൾ ബാക്കി ഇനി എത്ര മാസമാണുള്ളത്? നമുക്ക് 6 മാസത്തേക്കാണ് അവർ ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിരിക്കുന്നത് അല്ലേ, വിഡ്രോവൽ നടത്തിയിരിക്കുന്നത്. അതായത് July 1 എന്ന് പറയുമ്പോൾ ജൂലൈ ഉൾപ്പെടെ കൂട്ടണം അല്ലേ. July to December എത്രയാണുള്ളത്? 6 മാസമാണുള്ളത്. അപ്പോൾ 5,000 രൂപയ്ക്ക് ഇൻറ്റു 6/12 ഇൻറ്റു 9/100. നമുക്ക് 9/100 ഇൻറ്റു 6/12 അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണ്. 5,000 ഇൻറ്റു 9/100 എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻറ്റു 6/12 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി അല്ലേ, 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 225 കിട്ടും. ഒരു വർഷത്തേക്കാണെങ്കിൽ 225ന്റെ ഇരട്ടി അല്ലേ ഒരു വർഷത്തേക്കുള്ള. അപ്പോൾ അതിന് 6 മാസത്തേക്ക് നമുക്ക് മതി, അതുകൊണ്ട് അതിൻ്റെ പകുതി കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഇനി ഡേറ്റ് ഓഫ് വിഡ്രോവൽ നോട്ട് ഗിവൺ, എമൗണ്ട് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ. നമുക്ക് വിഡ്രോ ചെയ്ത ഡേറ്റ് പറഞ്ഞിട്ടില്ല, എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കേസ് ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്ത ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വിഡ്രോസ് 5,000 ഓൺ 1st July എന്ന് പറഞ്ഞിട്ടില്ലേ.
ഇനി തരുന്ന പ്രോബ്ലത്തിൽ അങ്ങനെ വിഡ്രോ ചെയ്ത ഡേറ്റ് എന്നാണ് വിഡ്രോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും, ഈ ഇൻട്രസ്റ്റും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. നോക്കാം. രാജീവ് എ പാർട്ണർ വിഡ്രോസ് 8,000 ഇൻ എ ഇയർ. 8,000 രൂപ ഒരു വർഷം പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഏത് ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് 12% പറയാനെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് നോക്കുക, ഇവിടെ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ്? 12% ആണല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ആവറേജ് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏത് ദിവസം എന്ന് പ്രത്യേകം പറയാത്തതുകൊണ്ട് ഒരു വർഷം മുഴുവനായിട്ടും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ആവറേജ് ഇൻട്രസ്റ്റ്, അതായത് ഒരു 6 മാസത്തെ കണക്കിലാണ് ഇത് എടുക്കുന്നത്. 8,000 ഇൻറ്റു 6/12 ഇൻറ്റു 12/100. പ്രത്യേകം കറക്റ്റ് മാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാസം വെച്ച് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ 3 മാസം ഇനി ബാക്കിയുള്ളെങ്കിൽ 3/12 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ നമുക്ക് എന്നാണ് വിഡ്രോ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ വിഡ്രോ ചെയ്ത എമൗണ്ട് ഇൻറ്റു 6 മാസമാണ് എന്നുള്ളത് എടുക്കുക. 6 മാസമാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി 6 മാസമേ ബാക്കിയുള്ളൂ, ആവറേജ് ആണ്. ഒരു 12 മാസമാണ് മൊത്തം ഉള്ളത് അല്ലേ. ഒരു 6 മാസത്തെ കണക്ക് കൂട്ടുക. ഏതാ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് സ്റ്റാർട്ടിങ് ജനുവരി 1 ആയിരിക്കില്ല വിഡ്രോ ചെയ്തത്, ഡിസംബർ 31 അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലൊന്നും ആയിരിക്കില്ല വിഡ്രോ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ആവറേജ് എടുക്കാം എന്ന മട്ടിൽ ഒരു പകുതി മാസത്തെ 6 മാസത്തെ എടുക്കും. 8,000 ഇൻറ്റു 6/12 ഇൻറ്റു 12/100. 12/100 എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് 12 അല്ലേ. അപ്പോൾ 480 കിട്ടും. അപ്പം അങ്ങനെയാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഡേറ്റ്, വിഡ്രോ ചെയ്ത ഡേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി ഫിക്സഡ് എമൗണ്ട് വിത്ഡ്രോൺ എവറി മന്ത്. ഫിക്സഡ് എമൗണ്ട് നമ്മൾ എല്ലാ മാസവും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, അതായത് ഒരു 5,000 രൂപ വെച്ച് എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നു. എല്ലാ മാസം എന്ന് പറയുമ്പോൾ അത് എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിലാണോ, അല്ലെങ്കിൽ എല്ലാ മാസത്തിൻ്റെയും 15-ാം തീയതി, അതായത് നടുക്ക് വെച്ചാണോ, എല്ലാ മാസത്തിൻ്റെയും അവസാനം 31st അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ അവസാനം ഏതാണോ ഡേറ്റ് ഉള്ളത് ആ ഡേറ്റിലാണോ വിഡ്രോ ചെയ്യുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരാം. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. It may be stated that if a partner withdraws a fixed amount at a regular interval, the interest on drawings can be calculated on the basis of average period. അപ്പോൾ അവിടെ നമ്മൾ ആവറേജ് പീരീഡ് ആണ് എടുക്കുന്നത്. ദ കാൽക്കുലേഷൻ ഓഫ് ആവറേജ് പീരീഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ, ഈ ആവറേജ് പീരീഡ് എന്ന് പറയുമ്പോൾ അത് ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു റെഗുലർ ഇന്റർവൽ എന്ന് പറയുമ്പോൾ എല്ലാ മാസവും നമ്മൾ വിഡ്രോ ചെയ്യുന്നു പറയുമ്പോൾ അത് ഫസ്റ്റ് ഡേ ഓഫ് മന്ത് ആണോ, മിഡിൽ ഓഫ് മന്ത് ആണോ, എൻഡ് ഓഫ് മന്ത് ആണോ എന്നുള്ളത് നോക്കണം. ഇപ്പം എല്ലാ മാസവും പിൻവലിക്കാന്ന് വെച്ചാൽ ഒരു ജനുവരി തൊട്ട് 12 മാസങ്ങൾ, ഡിസംബർ വരെ ജനുവരി 1 5,000 പിൻവലിച്ചു, പിന്നെ ഫെബ്രുവരി 1 പിൻവലിച്ചു, പിന്നെ മാർച്ച് 1 പിൻവലിച്ചു, ഏപ്രിൽ 1 പിൻവലിച്ചു അല്ലേ. അതായത് എല്ലാ മാസവും ഫസ്റ്റ് ഡേയിൽ പിൻവലിക്കുന്നു. അതൊരു കേസ്. എല്ലാ മാസവും മിഡിലിൽ പിൻവലിക്കുന്നു. ജനുവരി 15-ന്, ഫെബ്രുവരി 15-ന്, മാർച്ച് 15-ന്, ഏപ്രിൽ 15, അങ്ങനെ ഡിസംബർ 15 വരെ എല്ലാ മാസവും 5,000 പിൻവലിച്ചു. അല്ലെങ്കിൽ എല്ലാ മാസത്തിന്റെ അവസാനം പിൻവലിക്കുന്നു. ജനുവരി 31, ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29 അല്ലെ, മാർച്ച് 31, ഏപ്രിൽ 30 അല്ലെ, മെയ് 31, അങ്ങനെ എല്ലാ മാസത്തിന്റെ അവസാനം പിൻവലിക്കുന്നു. അപ്പൊ ഈ 3 കേസുകളിലും നമുക്ക് ഫോർമുല വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാസം എന്ന് പറഞ്ഞാൽ പോലെ ഏത് ഡേറ്റിലാണോ, ഫസ്റ്റ് ഡേ ആണോ, മിഡിലാണോ, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി മന്ത് ആണോ പിൻവലിക്കുന്നത് എന്നുള്ളത് നോക്കണം അല്ലേ. അതിനനുസരിച്ച് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് മന്ത്, ഒരു മാസത്തിന്റെ ആദ്യത്തെ ദിവസമാണ് ഈ ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും പിൻവലിക്കുന്നത് അല്ലേ. എല്ലാ മാസത്തിന്റെയും ആദ്യ ദിവസമാണ് എമൗണ്ട് പിൻവലിക്കുന്നതെങ്കിൽ നമ്മൾ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആവറേജ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പീരീഡ്സ് ഇൻ മന്ത് പ്ലസ് 1/2 ആണ്. അപ്പോൾ നമുക്ക് 6.5 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കാൽക്കുലേഷൻ ഒന്നും കാണിക്കണമെന്നില്ല, 6.5 ആണെന്നുള്ളത് മനസ്സിലാക്കിയാലും മതി. എങ്ങനെയാണ് 6.5 എന്നാണ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ പീരീഡ്സ് ഇൻ മന്ത്, ഒരു വർഷം എത്ര മാസമാണുള്ളത്? 12 മാസമാണുള്ളത് അല്ലേ. 12 കൂടെ നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 6.5 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 6.5 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാണോ അതിൻ്റെ എമൗണ്ട്, ടോട്ടൽ ഡ്രോയിങ്സ് എല്ലാ മാസത്തെയും കൂടെ ഡ്രോയിങ്സ് നമ്മൾ കൂട്ടി എടുക്കണം, ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12, 6.5 മാസത്തേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് 100, 12% ആണെങ്കിൽ 12/100 അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ, രാജീവ് പാർട്ണർ എ ഫേം വിഡ്രോസ് 4,000 പെർ മന്ത്, 4,000 രൂപ വെച്ച് പിൻവലിക്കുന്നു അല്ലേ. 4,000 രൂപ വെച്ച് പിൻവലിക്കുന്നു, എല്ലാ മാസവും പിൻവലിക്കുന്നു. 4,000 രൂപ വെച്ച് എല്ലാ മാസവും പിൻവലിക്കുമ്പോൾ 4,000 ഇൻറ്റു 12 മാസങ്ങൾ, മൊത്തം 48,000 രൂപ പിൻവലിക്കുന്നുണ്ട് അല്ലേ. റെഗുലർലി ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്, എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ദിവസമാണ് പിൻവലിക്കുന്നത്.
ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ഇൻട്രസ്റ്റ് 12% ആണ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി എന്ത് ചെയ്താൽ മതി? 4000-ന്റെ എല്ലാ മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്ക് അതിന് ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടുപിടിക്കണം. 4000 × 12 48,000. 48,000 ഇൻറ്റു 6/5 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 12/100 അല്ലേ. അങ്ങനെ നമുക്ക് 6.5 എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ അപ്പം തന്നെ 6.5 ആണെന്നുള്ളത് നമുക്ക് അങ്ങനെ പഠിച്ചു വയ്ക്കാം, കാണാതെ പഠിച്ചു വയ്ക്കാം, അതിന് കുഴപ്പമില്ല. അത് എങ്ങനെയാണ് എത്തിയെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു ഫോർമുല ഉപയോഗിച്ച്. അപ്പോൾ നോക്കിയാൽ ടോട്ടൽ ഡ്രോയിങ്സ് ആദ്യം കണ്ടുപിടിക്കുന്നു. ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ 48,000 ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12. 6.5 എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് 6.5 എടുത്തത്? 6.5 മാസം എന്നുള്ളതാണല്ലോ. 6.5 മാസം. എന്തുകൊണ്ടാണ് 6.5 മാസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്? ഫസ്റ്റ് ഡേ ഓഫ് മന്തിലാണ് ഈ ഒരു ഫിക്സഡ് എമൗണ്ട് പിൻവലിച്ചിരിക്കുന്നത് അല്ലേ. എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് ഫസ്റ്റ് ഡേ ഓഫ് മന്തിൽ തന്നെ പിൻവലിക്കുന്നുണ്ടെങ്കിൽ 6.5 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 അല്ലേ. അപ്പോൾ 48,000 ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 100. അപ്പോൾ നമുക്ക് 3,120 എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പറയേണ്ടതുണ്ടെങ്കിൽ പറയാം കേട്ടോ, അതിന് കുഴപ്പമില്ല. സംശയം മാത്രമുള്ളെങ്കിൽ അത് ചോദിച്ചാലും പറയാം. സാറേ 48,000 കിട്ടിയില്ലേ ടോട്ടൽ ഡ്രോയിങ്സ്? ഓക്കെ, അതെങ്ങനെയാണ്? 48,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 4,000 വെച്ചല്ലേ പിൻവലിക്കുന്നത്? പെർ മന്ത് അല്ലേ 4,000? മൊത്തം 12 മാസമല്ലേ ഒരു വർഷം ഉള്ളത്. അപ്പോൾ ഒരു വർഷം മൊത്തം എത്ര ഡ്രോയിങ്സ് നടത്തിയിട്ടുണ്ടാവും? 48,000 അല്ലേ നടത്തിയിട്ടുണ്ടായിരിക്കുക. 4,000 ഇൻറ്റു 12 ഓരോ മാസം 4,000 ഇൻറ്റു 12 അല്ലേ? 4,000 ഇൻറ്റു 12 ആണ് 48,000. ഓക്കെ സാർ. 6.5 എടുത്തതിന് കാരണം ഫസ്റ്റ് ഡേ ഓഫ് മന്തിലാണ് എല്ലാ മാസവും പിൻവലിച്ചിരിക്കുന്നത്. ജനുവരി 1, ഫെബ്രുവരി 1 അങ്ങനെയാണ് പിൻവലിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6.5 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഓൺ ദി ലാസ്റ്റ് ഡേ ഓഫ് മന്ത്. ലാസ്റ്റ് ഡേ ഓഫ് മന്തിലാണ് പിൻവലിക്കുന്നത്. എല്ലാ മാസത്തിന്റെ അവസാനമാണ് പിൻവലിക്കുന്നതെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 5.5 മാസത്തെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 5.5 മാസത്തെ. അത് എത്തിയിരിക്കുന്നത് ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് 12 - 1 11 ഡിവൈഡ് ബൈ 2 അല്ലേ. അപ്പോൾ നമുക്ക് 5.5 കിട്ടും. അപ്പം ആവറേജ് ഈ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു മാസത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ, ഒരു മാസത്തിന്റെ അവസാനത്തിലാണെങ്കിൽ, ഓരോ മാസത്തിന്റെ മിഡിലാണെങ്കിൽ അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിവിടെ അറ്റ് ദ ലാസ്റ്റ് ഡേ ഓഫ് അല്ലെങ്കിൽ ഓൺ ദി ലാസ്റ്റ് ഡേ ഓഫ് മന്തിലാണെങ്കിൽ 5.5 ആണ് നമ്മൾ എത്ര മാസത്തെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്ര വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടുപിടിക്കണം. ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 അല്ലേ. അങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, സന്തോഷ് എ പാർട്ണർ ഇൻ എ ഫേം വിഡ്രോസ് 5,000 റെഗുലർലി ഓൺ ദി ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ഒരു മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ് പിൻവലിക്കുന്നത് അല്ലേ. ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എല്ലാ മാസവും പിൻവലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യുന്നത്. 5,000 രൂപയാണ് പിൻവലിക്കുന്നത്. അപ്പോൾ 5,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 60,000 വരും അല്ലേ. 60,000 ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12 ഇൻറ്റു എത്ര ശതമാനമാണ്? 12%. അപ്പോൾ 12 ഡിവൈഡ് ബൈ 100 അല്ലേ. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100. ഇവിടെ നോക്കുക, 60,000 രൂപ. 60,000 രൂപ എങ്ങനെയാണ് കിട്ടിയത്? 5,000 ഇൻറ്റു 12 അല്ലേ. 5,000 രൂപ വെച്ച് എല്ലാ മാസവും പിൻവലിക്കുമ്പോൾ 5,000 ഇൻറ്റു 12. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻ എ ഇയർ എന്ന് പറയുന്നത് 60,000 ആണ്. ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12. 5.5 എങ്ങനെയാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എല്ലാ മാസത്തിന്റെ അവസാനമാണ് ഇത് പിൻവലിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 5.5 മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5.5 മന്ത്സിലെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് 12% പലിശ നിരക്കിൽ 3,300 രൂപ വരും അല്ലേ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. ഫിക്സഡ് എമൗണ്ട് വിത്ഡ്രോൺ ഇൻ ദി മിഡിൽ ഓഫ് ഈച്ച് മന്ത്. എല്ലാ മാസത്തിന്റെയും നടുക്ക് വെച്ച്, അതായത് മിഡിൽ 15th ഓഫ് എവരി മന്ത് അല്ലേ. അങ്ങനെയാണെങ്കിൽ പിൻവലിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര മാസത്തെയാണ്? അപ്പോൾ നമുക്ക് 6 മാസത്തെ മതി. 6 മാസത്തെ എല്ലാ മാസത്തിന്റെയും പകുതിക്ക് വെച്ചാണ് ഫിക്സഡ് എമൗണ്ട് പിൻവലിക്കുന്നതെങ്കിൽ 6 മാസത്തെ ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് ഡിവൈഡ് ബൈ 2 ആണ്. 12 ഡിവൈഡ് ബൈ 2 6.
അപ്പോൾ 6 മാസത്തെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് ഡേ ആണെങ്കിൽ 6.5, ലാസ്റ്റ് ഡേ ആണെങ്കിൽ 5.5, 15th ഡേ അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദി മന്ത് ആണെങ്കിൽ 6. അത്രയും മാസത്തെ കാൽക്കുലേറ്റ് ആണെന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്, മാറിപ്പോവില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 6/12 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ആദ്യത്തെ ഒരു കേസിൽ 6.12 കണ്ടിരുന്നു കുറച്ച് മുമ്പ്. അതായത് ഏത് കേസിലായിരുന്നു, പ്രത്യേകിച്ച് ഏത് ഡേറ്റിലാണ് പിൻവലിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിലും എന്താണ് 6/100 ഈ 6/12 തന്നെയാണ്, 6 മാസത്തെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ, ആവറേജ്. അതായത് എമൗണ്ട് ഓഫ് വിഡ്രോവൽ പറഞ്ഞിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പറഞ്ഞിട്ടുണ്ട്, ഏത് ദിവസമാണ് പിൻവലിക്കുന്നത് പറഞ്ഞില്ലെങ്കിലും നമ്മൾ 6 മാസത്തെ എടുത്തിരുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് മിഡിൽ ഓഫ് ഈച്ച് മന്ത് എന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും പിൻവലിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടുപിടിക്കണം. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെ 12 മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. ഇപ്പോൾ 10,000 റെഗുലർ ആയിട്ട് നമ്മൾ ഇൻ ദി മിഡിൽ ഓഫ് ഈച്ച് മന്ത് പിൻവലിക്കുന്നു. അപ്പോൾ 10,000 ഇൻറ്റു 12 അല്ലേ, 1,20,000 നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടുപിടിക്കണം. ഇൻറ്റു 6/12 ഡിവൈഡ് ബൈ 100 അല്ലേ, 12%. അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുക. നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 6/12 ഇൻറ്റു 100 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 അല്ലേ. അപ്പോൾ 1,20,000 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 100 7,200 വരും. ഇങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷന് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നിപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പഠിച്ചു നോക്കുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ടെക്സ്റ്റുകൾ റെഫർ ചെയ്തോ അല്ലെങ്കിൽ വീഡിയോസ് റെഫർ ചെയ്തോ കണ്ടോ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒത്തിരി ചെയ്യാൻ വേണ്ടി സമയം കിട്ടിക്കാനുള്ള ഇതിൻ്റെ ഒപ്പം ചെയ്തു പോകുന്നവരുണ്ടെങ്കിലും ഒക്കെ ചെയ്ത് പോയിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. പറഞ്ഞ പോലെ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു റെക്കോർഡിങ്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, കൂടുതൽ കേട്ട് പഠിക്കുകയും ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടി കാണിക്കാതെ നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴെ ചോദിക്കാം. ഓക്കെയാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ടില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും? ഇല്ല സാർ, ഇനി പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടായാലേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.